ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ആരോഗ്യമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് അത് നിലനിർത്തണമെങ്കിൽ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ വികാര വിചാരങ്ങളെ സ്വാധീനിക്കുന്ന പല മേഖലകളും ഉണ്ട്. ദാമ്പത്യത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടെന്ന് പറയുന്നത് പങ്കാളികൾ തമ്മിലുള്ള ആകർഷണമാണ്. അതുകൊണ്ടാണ് വ്യത്യസ്തമായ പല രീതികളും ചെയ്യാൻ തോന്നുന്നത്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ലൈംഗികതയിൽ സ്ത്രീ പങ്കാളിയിൽ ചെയ്യാൻ പറ്റുന്ന ചില ക്രിയകളെക്കുറിച്ചാണ്, അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഏത് കാര്യമാണെങ്കിലും നമുക്ക് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു സർക്കംസ്റ്റാൻസസ് ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പം അത് ഒരു ചിന്തയില്ലാതെ, ഫാൻറ്റസി ഇല്ലാതെ വെറുതെ അങ്ങ് ചെയ്യുക എന്നുള്ളതല്ലല്ലോ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ചിന്തകൾ, നമ്മൾ ഒരുക്കുന്ന സാഹചര്യം, ഫാൻറ്റസികൾ, ലൈഫ് സ്റ്റൈൽ, അതിനൊക്കെ അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. യോനിയിലേക്കുള്ള രക്തയോട്ടം വർദ്ധിക്കാൻ കാരണമാകുന്ന പല കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ മനസ്സ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നിടത്ത് എനർജി ലെവൽ വർദ്ധിക്കുന്നത് കാണാം. വിരലുപയോഗിച്ച് മസാജ് പോലെ ചെയ്യുന്നതിനകത്ത് കൂടുതൽ റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു റിലാക്സേഷൻ തോന്നണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സന്തോഷം തോന്നണമെങ്കിൽ, അത് ഏത് ആറ്റിറ്റ്യൂഡിൽ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മുടെ കൈവിരലുകളും ബ്രെയിൻ സിസ്റ്റവുമായിട്ട് വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അതുപയോഗിച്ച് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു മൂഡിലേക്ക് വരാൻ കുറേ സമയമെടുക്കും. കാരണം മറ്റൊന്നുമല്ല, അവരുടെ മനസ്സ് ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നില്ല ഈ സമയത്ത്. തന്നെയല്ല, ഈ സമയത്തെ കാലുകളുടെ പ്രവർത്തനം പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാൽപാദങ്ങളിൽ ധാരാളം നെർവ് എൻഡിങ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് കാൽപാദങ്ങൾ നന്നായിട്ട് കെയർ ചെയ്യണം. അപ്പോൾ ഈ കാൽപാദങ്ങളിൽ നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടും. ശരിക്കും പറഞ്ഞാൽ യോനി ഭാഗത്തും ഇതിൻ്റെ എഫക്റ്റ് വരുന്നുണ്ട്. ഇതിനകത്ത് ഫിസിക്കൽ ബോഡിയുടെ പ്രവർത്തനം പോലെ തന്നെ പ്രധാനമാണ് മെൻ്റൽ ബോഡിയുടെ പ്രവർത്തനവും. ഇനി ഇതിനകത്ത് പ്രധാനമായിട്ട് വേണ്ടുന്ന കാര്യം നാവാണ്. നമുക്ക് സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിനും ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇതിനകത്ത് വ്യക്തികൾ തമ്മിലൊരു അടുപ്പം ഉണ്ടാവണം, ആകർഷണം ഉണ്ടാവണം. മാത്രമല്ല, രണ്ട് കൂട്ടർക്കും ഇത് ഇഷ്ടമാവുകയും വേണം. വ്യക്തികളുടെ ഇഷ്ടത്തിനനുസരിച്ച് പലതരത്തിലുള്ള പൊസിഷനിൽ ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തി ചെയ്താൽ അതിനകത്തൊരു പുതുമയുണ്ടാവും. ഇനി ഏത് രീതിയാണെങ്കിലും സ്ട്രോക്ക് കിട്ടേണ്ട സ്ഥാനത്ത് കിട്ടിയെങ്കിലേ അവിടെ ആനന്ദമുള്ളൂ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സ്വർഗീയമായ ആനന്ദം ഉണ്ടാക്കുന്ന കാര്യം ഏതാണെന്നറിയാമോ? ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഒരേ സമയത്ത് ചെയ്യുന്നത്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് ബ്രെയിൻ സിസ്റ്റമാണ്, പ്രത്യേകിച്ചും നാഡീഞരമ്പുകളുടെ പ്രവർത്തനം. അപ്പം നെർവ് എൻഡിങ്സ് ഉള്ളിടത്തുനിന്ന് കൂടുതലായിട്ട് സന്ദേശങ്ങൾ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫിസിക്കലി നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ക്വാളിറ്റിയാണ് പ്രധാനം. എനിക്ക് തോന്നുന്നു കൈവിരലും ഫേസും ഒരേ സമയം യൂസ് ചെയ്യുന്ന രീതി പലരും പരീക്ഷിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ പങ്കാളികൾ തമ്മിലുള്ള ആശയവിനിമയം വളരെ പ്രധാനമാണ്. ഇനി നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എൻ്റെ ഈ ചാനലിനകത്ത് ഞാൻ പല മെത്തേഡുകളും പറയുന്നുണ്ട്. അത് വേണേൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് യഥാർത്ഥത്തിൽ സ്വന്തമെന്ന് പറയാൻ ശരീരം മാത്രമേ ഉള്ളൂ, പിന്നെ നമ്മുടെ മനസ്സും. അപ്പോൾ അതിനെ നമ്മൾ മാക്സിമം കെയർ ചെയ്യണം, ഭംഗിയാക്കണം, ആകർഷണം കൂട്ടണം. എങ്കിൽ മാത്രമേ അത് നമുക്ക് റിലാക്സേഷനും സുഖമൊക്കെ തിരിച്ചു തരത്തുള്ളൂ. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.